നിങ്ങൾ ഒരു യാത്ര പോകുന്ന പോലെയാണ് ഭൂമിയിലേക്ക് വന്നത്. ആ യാത്ര കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നത് പോലെയാണ് നിങ്ങളുടെ മരണം. നിങ്ങൾ യാത്ര ചെയ്തൊരു സ്ഥലത്ത് വന്നിട്ട് ആ ചെന്നിറങ്ങിയ ബസ് സ്റ്റാൻഡിൽ തന്നെ നിന്ന് കിടന്നുറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ തിരിച്ചു പോകാൻ വേണ്ടി ആ ബസ്സിൽ കയറി പോകുന്ന പോലെയാണ് ഇവിടെ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും. ജനിച്ച നാട്ടിൽ തന്നെ അവൻ ഈ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ച് എന്തിനോ വേണ്ടി ജോലി ചെയ്ത് ആർക്കോ വേണ്ടി പണിയെടുത്ത് മരണത്തിൻ്റെ ബസ് വരുമ്പോൾ അത് കയറി തിരിച്ചു പോകുന്നു, പുറപ്പെട്ടടത്തേക്ക് തന്നെ മടങ്ങുന്നു. അതിനേക്കാൾ നല്ലത് നിങ്ങൾ ചെന്നിറങ്ങിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒന്ന് ഇറങ്ങി നടക്കുക, കാണുക, അവിടുത്തെ ജീവിതത്തെ അനുഭവിക്കുക, അവിടുത്തെ രുചികളെ ആസ്വദിക്കുക, അവിടുത്തെ കാഴ്ചകളും സുഗന്ധങ്ങളും പരമാവധി വലിച്ചെടുക്കുക, അതിനെ മനസ്സിൽ നിറയ്ക്കുക. ഈ പ്രപഞ്ചം എത്ര അത്ഭുതം നിറഞ്ഞതാണെന്നും എന്നെ ഇങ്ങോട്ട് അയച്ച സൃഷ്ടാവ് എത്ര ഗംഭീരമായിട്ടാണ് ഇതിനെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതെന്നും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും തിരിച്ച് മടക്കയാത്രയിൽ അങ്ങ് ചെല്ലുക. യാത്ര ചെയ്തിട്ട് നീ എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ ഈ അനുഭവങ്ങൾ തന്നെയാണ്, ഈ കാഴ്ചകൾ തന്നെയാണ്, മനസ്സിന് കുളിര് കൊള്ളിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ തന്നെയാണ് ഓരോ യാത്രയിലും നമ്മൾ നേടുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. പൈസ ഇല്ലല്ലോ എനിക്ക് യാത്ര ചെയ്യാനെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു യാത്രയും മാറ്റി വെക്കേണ്ടതില്ല. നമുക്ക് കുറച്ച് പൈസ മാറ്റി വെച്ചാൽ ഇങ്ങനെയുള്ള ചെറിയ യാത്രകൾ നമുക്ക് നടത്താൻ പറ്റും. നമുക്ക് ഓർക്കാനും ചിന്തിക്കാനും മനസ്സിൻ്റെ താളുകൾ മറിക്കുമ്പോൾ മധുരമുള്ള ഓർമ്മകളും മധുരമുള്ള യാത്രകളൊക്കെ വരണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. സമയമില്ലല്ലോ യാത്ര ചെയ്യാൻ, പൈസ ഇല്ലല്ലോ യാത്ര ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ പറ്റില്ല. യാത്രകൾ നമ്മുടെ ഒരു പാഷനായിരിക്കണം, യാത്രകൾ നമ്മുടെ ചിന്തകളായിരിക്കണം, യാത്രകൾ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിരിക്കണം. ഈ യാത്രയ്ക്കൊരു കഥയുണ്ട്. ഇത് അവരുടെ യാത്രയായിരുന്നു. ആ രീതിയിലായിരുന്നു ആ യാത്രകൾ, ആ നിമിഷങ്ങൾ, അനുഭവങ്ങൾ ഒക്കെ ആസ്വദിച്ചത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊന്നും മാറ്റിവെക്കാനുള്ളതല്ല എന്ന്. അതുതന്നെയാണ് വീണ്ടും പറയുന്നത്. ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കുമുണ്ട്, സ്വപ്നങ്ങൾ എല്ലാവർക്കുമുണ്ട്. നമ്മളൊന്ന് സാധിച്ചു കൊടുക്കുമ്പോൾ വല്ലാത്തൊരു രസമാണ്. നിങ്ങളുടെ കണ്ണുകൾക്ക് എൻ്റെ ചിന്തകൾ ചിലപ്പോൾ ഭ്രാന്തായിരിക്കും, പക്ഷേ എനിക്ക് അതെൻ്റെ സ്വപ്നങ്ങളായിരുന്നു. തേടിപ്പോണം, കാണാനും കേൾക്കാനുമുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ.